പാത, 3, 3, 6, 2, 8 ലൈൻ പാതയുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് ഓൾഡ് കെയ്റോയുടെ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 12ഓളം ലൈനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. 3, 12 തന്നെ ഈ ഒരു ഭാഗത്ത്. എന്നിട്ടും എല്ലാ ലൈനുകളും നിറഞ്ഞാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വാഹനങ്ങളുടെ ഒരു നിര കാണാം. ഭാരം പോലെ ട്രാഫിക് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു രംഗം ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഇടത്ത് ഭാഗത്തുള്ള ഭാഗത്ത് ട്രാഫിക് നിശ്ചലമാണ്. കണ്ടാത്തൊന്നും പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ അല്ല അത്. ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കെയ്റോ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബ് രാജ്യങ്ങളിലെ പ്രത്യേക എന്താണ് ദുബൈ ഒഴികെയുള്ള മേഖലകളിലെ രാജ്യങ്ങളിലെ പട്ടണങ്ങളെ അപേക്ഷിച്ച് പഴയതും പുതിയതുമായ ഈ കെയ്റോ നഗരം, പുതിയ കെയ്റോ എന്ന് പറയുന്നത് വളരെ മോഡേൺ ആണ്. യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങളുടെ സ്ട്രക്ചറും ഏതാണ്ട് യൂറോപ്യൻ ആണെന്ന് പറയേണ്ടി വരും. ട്രാഫിക്കിൻ്റെ നീണ്ട നിര, വാഹനങ്ങളുടെ നീണ്ട നിര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് ആസ്ട്രേലിയയിലെ മെൽബൺ നഗരത്തിലൂടെയോ അല്ലെങ്കിൽ UK-യിലെ ലണ്ടൻ നഗരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന അതേ പ്രതീതിയിലാണ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ റോഡുകളും. ഓൾഡ് കെയ്റോ ആണെങ്കിലും ഏതാണ്ട് ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു നഗരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കെട്ടിടങ്ങളുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മിതികളും എല്ലാം തന്നെ ഏതാണ്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ആണ് എന്ന് പറയേണ്ടി